ഞങ്ങളൊക്കെ അല്ലേ നിനക്ക്? ഞങ്ങൾ നിന്റെ ആരുമല്ലേ? അമ്മ മാത്രമല്ല, എല്ലാരും ഉണ്ട് നിനക്ക്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല അച്ഛാ. എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. എന്റെ എല്ലാമായിരുന്നു ആ ശ്രുതി. ഞാൻ ജീവന തുല്യ സ്നേഹിച്ച അവൾ എന്നെ ചതിച്ചു. അതുകൊണ്ട് എനിക്കിപ്പോ ഈ ലോകത്തിൽ ആരെയും വിശ്വാസമില്ല. അവള് എന്നോട് കള്ളം പറഞ്ഞു, എന്നെ ചതിച്ചു. എടാ, ഇത് നീ 1000 തവണ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് നിർത്ത്. എങ്ങനെ നിർത്തോടാ? സച്ചേട്ടാ, എന്നെ ചതിച്ചില്ലേ അവള്? എന്തായി കാണിക്കുന്നേ? എന്തിനാ അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? നിന്റെ ഭർത്താവ് ഇതുവരെ ഇങ്ങനെ കുടിച്ചിട്ടല്ലേ? ഞാൻ എന്റെ വിഷമം കൊണ്ട് കുടിച്ചതാ. അച്ഛൻ എത്ര സന്തോഷത്തോടെ ജീവിച്ചതാ ഞങ്ങള്. അച്ഛൻ എല്ലാം അവള് നശിപ്പിച്ചില്ലേ? കള്ളം പറഞ്ഞ് എന്നെ ചതിച്ചില്ലേ? എന്നെ ചതിച്ചിട്ട് പോയി. അച്ഛാ, എടാ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കടാ. അച്ഛന് വിഷമായോ അച്ഛാ? അച്ഛാ സോറി അച്ഛാ, സോറി. തെറ്റുപറ്റിപ്പോയി അച്ഛാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇത് ഞാനൊരു തെറ്റും അച്ഛനോട് ചെയ്യില്ല. എന്താണ് എനിക്ക് എന്നെ ഇങ്ങനെ കാണേണ്ടി വന്നല്ലോ അച്ഛാ? ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ അച്ഛനെ ഞാൻ ചതിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ അതിനൊക്കെ കൂടി എനിക്ക് കിട്ടിയ ശിക്ഷയാണോ അച്ഛാ ഇത്? എന്താ മോനെ? ഞാനൊരു മണ്ടന. അവള് പറയുന്നൊക്കെ ഞാൻ വിശ്വസിച്ചു. ഞാൻ മണ്ടന, ഒന്നിനും കൊള്ളാത്തവനാണെന്നൊക്കെ അവൾ ഒരിക്കൽ പറഞ്ഞിരുന്നതാ. അതൊക്കെ ശരിയാണല്ലേ അച്ഛാ? ഇല്ല, അവളാ തെറ്റ് ചെയ്തേ. നീ എന്തിനാ സ്വയം കുറ്റപ്പെടുത്തുന്നേ? സങ്കടമൊക്കെ ഉണ്ടാവും, പക്ഷേ അതിനുള്ള മരുന്നൊന്നും ഇതല്ലടാ. നീ നിന്റെ അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കില്ലടാ. സോറി അച്ഛാ. അച്ഛാ, എനിക്ക് ഒന്നും താങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ടാ. എടാ സച്ചി, നീ ഇവനെ മുറി കൊണ്ടേ കിടത്ത്. എനിക്ക് എന്റെ അമ്മയെ കാണണം. ഞാൻ എന്റെ അമ്മയോട് സംസാരിച്ചോട്ടെ. അപ്പൊ കാണാം. അമ്മ വരട്ടെ. എന്റെ അമ്മയോട് എനിക്ക് അമ്മയോട് സംസാരിക്കണം. ഇത് എനിക്ക് തല ചുറ്റുന്നടാ. നീ എടാ വന്ന് കിടക്ക്. എനിക്ക് തല ചുറ്റിട്ട് പോയോ? എനിക്ക് തല ചുറ്റും. നീ വന്നേ. കറങ്ങുന്ന പോലെ. ഇവിടെ കിടക്ക്. നേരെ കിടക്ക്. എന്നോട് കള്ളം പറഞ്ഞു. എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? ഞാൻ അവളെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. അവളെന്നെ ചതിച്ചു. അവളെ കള്ളം പറഞ്ഞു. അവളെന്നെ ചതിച്ചു, അവളെ കടിച്ചു.
അച്ഛാ, ഇനി അവനെ പുറത്തു വിടാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്ന് കരുതി അവനെ വീട്ടിൽ പൂട്ടിയിടാൻ പറ്റൂടാ. ഇങ്ങനെ പോയി ഇത് എവിടെ ചെന്ന് അവസാനിക്കാനാ? ചന്ദ്രേ, നീ ഒന്നെ ഇതിനൊരു അവസാനം ഉണ്ടാക്കിയേ പറ്റൂ. ഏതിനൊക്കെ മനസ്സിലായി. അവസാനം ഉണ്ടാക്കിയല്ലോ. ആ കള്ളിയെ ഈ വീട്ടിൽ നിന്ന് പിടിച്ചു പുറത്താക്കിയതോടെ എല്ലാം അവസാനിച്ചു. അത് അവസാനമല്ല, ഇതൊരു തുടക്കം മാത്ര. അതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ നീ മോളിൽ മുറിയിലൊന്ന് ചെന്ന് നോക്ക. അവിടെ നമ്മുടെ മോൻ ശ്രുതി കെടുപ്പുണ്ട്. സ്വബോധത്തോടെയല്ല, മദ്യപിച്ച് ലക്ക് കിട്ടും ബോധമില്ലാതെ. അവൻ കുടിച്ചോന്നോ? കുടിച്ചു. ഇവിടെ വെച്ചല്ല, ബാറിൽ പോയി കുടിച്ച് ലക്ക് കേട്ട് പോലീസുകാരോട് കയർത്തു. അവരവനെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അച്ഛനും സച്ചേട്ടനും ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നതേ ഉള്ളൂ. എന്താ അവനീ കാണിക്കുന്നേ? അവനെ ഇന്ന് ഞാൻ അവിടെ അവന് ഉറങ്ങുക, ഉണർത്തണ്ട. പുതിയ ഓരോ ശീലങ്ങൾ തുടങ്ങിയിരിക്കുക. ഈ നിൽക്കുന്നവനെ പോലെ ആവാനാണോ അവന്റെ ഉദ്ദേശം? ഇന്നത്തോടെ ഞാൻ എല്ലാം നിർത്തിച്ചു തരാം. മനസ്സിന്റെ വിഷമം കൊണ്ട് കുടിച്ചതാന്നാ പറയുന്നേ. അങ്ങനെ വിഷമിക്കാൻ മാത്രം എന്തുണ്ടായെന്നാ പറയുന്നേ? ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. അവന്റെ ഭാര്യയല്ലേ നീ ഇവിടുന്ന് പുറത്തിറക്കി വിട്ടെ? ഓഹോ, അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണെന്നാ നിങ്ങൾ പറയുന്നേ? അവളെ പുറത്താക്കുന്നതിന് മുമ്പ് നീ അവള് പറയുന്ന കൂടി കേൾക്കണമായിരുന്നോ? അവൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം നീ അറിയണമായിരുന്നോ? അതൊക്കെ പോട്ടെ, സുധിയുടെ തീരുമാനം എന്താണെന്ന് നീ ചോദിച്ചായിരുന്നോ? അവൻ താലി കെട്ടിയ പെണ്ണിനല്ലേ നീ പുറത്താക്കിയേ? ഞാൻ എന്തിനു ചോദിക്കണം? അവൾ എന്താ ചെയ്തെന്നൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതിനുള്ള ശിക്ഷയെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ചന്ദ്രേ, ശ്രുതി ചെയ്തത് തെറ്റ് തന്നെയാ. എന്നാല് നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും തെറ്റ് തന്നെയാ. അവന്റെ ഭാര്യ പോയ വിഷമത്തില അവൻ കുടിച്ചേ. അവള് പോയതിൽ അവന് ഒരു വിഷമവും ഇല്ല. അവള് അവനെ ചതിച്ചതില അവന് വിഷമം. അവള് എന്റെ മോനെ വിഡ്ഢിയാക്കി. അവൻ കുടിച്ചിട്ടുണ്ടാവുക ആ വിഷമത്തില. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറയണ്ട, ആരും ഒന്നും പറയണ്ട. വേഷം കെട്ടിച്ച് ഒരുത്തനെ കൂട്ടിക്കൊണ്ടുവന്ന് നാടകം കളിച്ച അവളെ, എന്റെ മോനെയും കുടുംബത്തെയും ചതിച്ച അവളെ ഞാൻ ഇവിടെ ഇരുത്തി പൂവിട്ട് പൂജിക്കണോ? എവിടെയോ കിടന്ന അവളെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. അങ്ങനെ ഒരു പാപം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനുള്ള പരിഹാരമാണ് ഞാനിപ്പോ ചെയ്തത്. അവളെ എന്തായാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇനി അവൾ ഈ വീട്ടിലുണ്ടാവില്ല. എല്ലാവരും അവളെ അങ്ങ് മറന്നേക്ക്. ഇനി ആ കള്ളിയെക്കുറിച്ച് ഇവിടെ ആരും സംസാരിക്കണ്ട. നിനക്ക് മറക്കാൻ പറ്റും, ഞങ്ങൾക്കും പറ്റും. എന്നാല് ശ്രുതിക്ക് അതിന് പറ്റില്ല. പറ്റും. എന്റെ മോന് അതിനെ കഴിയും. ഇപ്പോ വെറുപ്പ് അവൻ അവളോട്. സുധി, എന്താടാ ഇത്? നീ കുടിച്ചു അല്ലേ? കുടിച്ചു. എഴുന്നേൽക്ക്. ഏതോ ഒരു പെണ്ണിന് വേണ്ടി നീ സ്വയം നശിക്കുകയാണോ? എഴുന്നേൽക്ക്. ഞാൻ പറഞ്ഞില്ലേ, അവള് പോയതില് നീ സന്തോഷിക്കാ വേണ്ടത്. നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. എഴുന്നേക്ക് മോനെ, എഴുന്നേക്ക് മോനെ, എഴുന്നേക്ക്. എടാ എഴുന്നേക്ക്. അവളെന്നെ ചതിച്ചമ്മേ. എന്തൊരു
എന്തൊരു കോല ഇത്? നീ തന്നെയാണോ ഇത്? അമ്മേ വാ, എന്നെ എഴുന്നേൽക്ക്. ശ്രുതിയാണ് ചതിച്ചമ്മേ. ടാ മോനെ, എണീക്കടാ. അവള് കാരണം എന്റെ മോൻ വീണു പോകരുത്. അവള് സ്നേഹം നടിച്ച് എന്റെ മോനെ ചതിച്ചു. അതാ ഇവന്റെ വിഷമം. ഇങ്ങനെ എന്റെ മോനെ കാണാൻ എനിക്ക് വയ്യ. ഒരു വലിയ വീട്ടിലെ പെണ്ണിനെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് ഇവന്റെ കല്യാണം നടത്തണം. ഇവൻ സന്തോഷത്തോടെ കഴിയുന്നത് കാണണം എനിക്ക്. നീ ഒറ്റയ്ക്കല്ലടാ, നിന്റെ കൂടെ ഈ അമ്മയുണ്ട്. നിന്റെ ഈ സങ്കടങ്ങളൊക്കെ മാറും. മാറ്റിയെടുക്കും അമ്മ. ഇനി മുതൽ ഇവൾ നിങ്ങളുടെ ദേവു. ഹലോ അരുണേട്ടൻ എന്താ ഇവിടെ? ഞാനേ നിന്നെ കാണാൻ വന്നതല്ലേ. വേണ്ട വേണ്ട, വിട്ടോ. ഇത് ഞാനും അമ്മയും പൂവ് കൊടുക്കുന്ന ഏരിയ. പരിചയക്കാരുണ്ട്. ആരെങ്കിലും കണ്ടാലോ? കണ്ടാലിപ്പോ എന്താ, നമ്മൾ നാളെ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ. ദേ കളിക്കല്ലേ, പോവാൻ നോക്ക്. ഞാൻ പോവില്ല. ശരി, എന്നാ ഞാൻ പോയേക്കാം. പോലെ പോലെ നിക്ക് 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 നിക്ക്. ഓലേ വിട്, എന്തായി കാണിക്കുന്നേ? ആളുകൾ കാണും. വല്ലാത്ത പേടിയാണല്ലോ നിനക്ക്. ദേ നീ ഒരു പോലീസുകാരന്റെ ഭാര്യയാവാൻ പോകുന്നോളാ, അത് നിനക്ക് ഓർമ്മ വേണം. ദേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറ, എനിക്ക് പോണം. എന്നും പറയാനുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളത്. നീ നമ്മുടെ വിഷയം നിന്റെ അമ്മയോട് പറ. എനിക്ക് കുറച്ച് സാവകാശം താ, കുറച്ച് നാൾ കഴിയട്ടെ, ഞാൻ പറയാം. ശരാ, ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. സമയമുണ്ടല്ലോ, കുറച്ച് വെയിറ്റ് ചെയ്യ്. ദേ എന്റെ ചേച്ചി ഹസ്ബൻഡൊക്കെ എപ്പോഴും ഇതുവഴി പോകുന്നവരാ. അവരെങ്ങാനും കണ്ടാലുണ്ടല്ലോ. കണ്ട എന്ത് ചെയ്യും? നമ്മളെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്ന. എനിക്ക് പിന്നെ അവര് കാണട്ടെ. അവരിപ്പോ എവിടെ താമസിക്കുന്നെന്ന് പറ, ഞാൻ അവരെ ചെന്ന് കണ്ട് നമ്മുടെ കാര്യം അവരോട് പറയാം. അവര് ചിലപ്പോ പെട്ടെന്ന് കല്യാണം നടത്തി തന്നല്ലോ. തരും തരും. ഇതറിഞ്ഞാലേ അവരെങ്ങനെ പ്രതികരിക്കുന്നുള്ള പേടി എനിക്ക്. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ അമ്മയോട് പറ. അമ്മ പാവാണല്ലോ. അമ്മ കല്യാണത്തിന് സമ്മതിച്ചാ പിന്നെ വേറെ ആരെതിർത്താലും എനിക്കതൊരു പ്രശ്നമേ അല്ല. ദേ എന്റെ ചേച്ചി എനിക്ക് അമ്മയെ പോലെയാ. ഏട്ടൻ ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥനാ. അവരുടെയൊക്കെ സമ്മതത്തോടെ വേണം കല്യാണം നടത്താൻ. സമയമാവുമ്പോ വീട്ടിൽ പറഞ്ഞ് ഞാൻ എല്ലാരെയും കൊണ്ട് സമ്മതിപ്പിക്കാം. അതിന് എനിക്ക് കുറച്ച് ടൈം താ. ശരി, ടൈം തരാം. എന്ന് വെച്ച് കൂടുതൽ ടൈം എടുക്കരുത്. ഇല്ല. പിന്നെ നിന്നെ അമ്മയ്ക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. കുറെ ആയാലോ നീ അമ്മയെ കണ്ടിട്ട്. ഞാൻ അടുത്തൊരു ദിവസം വരാം, അമ്മയോട് പറഞ്ഞേക്ക്. ശരി, നീ വാ, വണ്ടി കയറി, ഞാൻ കൊണ്ടുവിടാം. വേണ്ട വേണ്ട, ഞാൻ നടന്നു പോക്കോളാം. ശരി എന്നാ. ശരി. നമുക്ക് ബോറായി പോയില്ല. ഇനി അച്ഛന്റെ മുഖത്ത് എങ്ങനെ നോക്കും?
സച്ചേട്ടാ. ദാ. നിങ്ങളുടെ ഏട്ടൻ എണീറ്റോ? അറിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ചില സമയത്ത് നല്ലവര് ചീത്ത ആൾക്കാരാവും, ചീത്ത ആൾക്കാർ നല്ലവരും ആവും. കുടിക്കുന്ന ശീലമൊന്നും ഇല്ലായിരുന്നു നിങ്ങളുടെ ഏട്ടന്. ഇന്ന് കുടിച്ചിട്ട് എന്തൊക്കെ കോപ്രായങ്ങളാ കാണിച്ചത്. ആ പാർലടത്തി പറഞ്ഞാൽ മതിയല്ലോ, എല്ലാത്തിനും കാരണം അവളാ. എന്തു പറഞ്ഞാലും ശ്രുതിക്ക് നിങ്ങളുടെ ഏട്ടനെ അത്രയ്ക്ക് ഇഷ്ടാ. വിട്ടു നിൽക്കുന്നതിൽ നല്ല വിഷമം കാണും. പിന്നെ ഉള്ളത് പറയാലോ, ശ്രുതിയെ കല്യാണം കഴിച്ചതോടെയാ നിങ്ങളുടെ ഏട്ടനാകെ മാറിയത്. അതിനു മുന്നേ എന്തായിരുന്നു? ജോലിക്ക് പോവില്ല, വീട്ടുകാര്യങ്ങൾ നോക്കില്ല. ഇനി അഥവാ പോയാൽ തന്നെ ഒരാഴ്ച പോലും തികച്ചു നിൽക്കില്ല. ഇന്നിപ്പോ ഷോറൂമിന്റെ ഓണറല്ലേ, അത്യാവശ്യം വരുമാനവും ഉണ്ട്. അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ മാറ്റിയെടുത്തത് ശ്രുതി തന്നെയാ. പാർലടത്തി അവൻ്റെ കൂടെ ഇല്ലെങ്കിൽ അവൻ വീണ്ടും പഴപടിയാവുമെന്നാണോ നീ പറയുന്നത്? സാധ്യതയുണ്ട്. ശ്രുതിയെ കിട്ടിയത് നിങ്ങളുടെ ഏട്ടന്റെ ഭാഗ്യ. ശ്രുതിയെ അദ്ദേഹം കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ല. ശ്രുതിയെ അദ്ദേഹം കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിന് ഇവന്റെ കഥ അറിയുന്ന ആരെങ്കിലും ഇവന് പെണ്ണു കൊടുക്കൂ? പിന്നെ പാർലടത്തി ഒരു ഫ്രോഡായതുകൊണ്ടാ ഇവനൊരു ഫ്രോഡാണെന്ന് അറിഞ്ഞിട്ടും കല്യാണം കഴിച്ചത്. ദേ, നിങ്ങളുടെ ഏട്ടന് ശ്രുതി എന്ന് വെച്ച ജീവനാ. ചെറിയ ദേഷ്യം ഉണ്ടെങ്കിലും അവളോട് അദ്ദേഹത്തിന് സ്നേഹക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സച്ചേന്റെ അമ്മ ഭയന്നിട്ടാ അദ്ദേഹം അവളെ കൂട്ടിക്കൊണ്ടുവരാത്തെ. അവൻ പണ്ടേ എങ്ങനെയാ, അമ്മ പറയുന്നതിനപ്പുറം അവൻ നടക്കൂല. സ്വന്തമായി ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ പോലും അവനെ കൊണ്ട് കഴിയില്ല. എല്ലാം ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. മണ്ടനവൻ, വെറും മണ്ടൻ. മണ്ടൻ നിങ്ങൾ എന്തിനാണ് എന്നെ കുറിച്ച് സംസാരിക്കുന്നത്? പിന്നെ ആരെ കുറിച്ച് സംസാരിക്കാനാ? നീയും പാർലടത്തിയല്ലേ എല്ലാവരുടെയും സംസാര വിഷയം. ആ, അങ്ങനെ എന്നെ കുറിച്ച് നിങ്ങൾ ആരും സംസാരിക്കണ്ട. നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ കേട്ടു. എനിക്ക് 1 2 അല്ല 7 ഡിഗ്രിയാ ഉള്ളത്, 7 എണ്ണം. ശ്രുതിയെ ഞാൻ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ ഇവിടെ പെൺകുട്ടികൾ ക്യൂ നിന്നേനെ. ശ്രുതിയെ കിട്ടിയത് എന്റെ മഹാഭാഗ്യമാണ് പോലും. എടാ, എന്നെ കെട്ടിയത് അവളുടെ മഹാഭാഗ്യം. എന്റെ പൊന്ന് രേവതി, ഇത് കേട്ടോ? ചിരിപ്പിക്കാതെ എന്റെ ഏട്ടാ. എന്റെ അവസ്ഥ കണ്ട് നീയൊക്കെ ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഡാ, നീ കുടിക്കുമല്ലേ? അയ്യോ, നീ കുടിക്കോടാ. അടിക്കലേ അമ്മേ. അമ്മേ, അമ്മേ, പറയുന്നൊന്ന് കേക്ക്. അമ്മേ. പിന്നെ ഞാനിത് അയ്യോ, എടാ, അമ്മേ, നിനക്ക് എന്നാണ് ഈ ശീലം തുടങ്ങിയത്? അമ്മേ, നടു. ഇവനെ പോലെ ആവാനാണോ നിന്റെ അമ്മേ, ഭാവം? അടിക്കലേ. അമ്മേ, എടാ, അടിച്ചാ ഞാൻ ചത്തു. നിന്നെ ഞാനിന്ന് അമ്മേ, ശരിയാക്കും. അമ്മേ, please, ഞാൻ പറയുന്നത് കേക്ക്. എന്താണത്? എഴുന്നേക്ക്. എന്തിനാ ചന്ദ്രേവൻ അടിച്ചേ? പിന്നെ ഞാൻ എന്താ ഇവനെ ചെയ്യണ്ടേ? ഏതോ ഒരു പെണ്ണിന് വേണ്ടി കുടിച്ച് സ്വയം നശിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക. ഏതോ ഒരു പെണ്ണല്ല ചന്ദ്രേ, ഇപ്പോഴും ഇവന്റെ ഭാര്യ അവള്. ഇവൻ കെട്ടിയ താലി അവളുടെ കഴുത്തിലുണ്ട്. താലിയൊക്കെ കഴുത്തിലുണ്ടാവും, പക്ഷേ ഇവന്റെ മനസ്സില് അവളില്ല. അവളിപ്പോ ഏതോ ഒരു പെണ്ണ് തന്നെയാ. ഇവന്റെ മനസ്സിൽ അവളില്ലെന്ന് നീയല്ല പറയണ്ടേ, ഇവനാ. അല്ലെങ്കിൽ തന്നെ ഇവനെ തല്ലുക വേണ്ടേ? അവന്റെ ഇഷ്ടത്തിന് നീ വിട്. ശ്രുതി അവന്റെ കൂടെ വേണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരട്ടെ. ഡാ, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? അവിടെ നടക്കുന്നൊക്കെ അറിഞ്ഞാലേ എനിക്ക് അതിനനുസരിച്ച് നീങ്ങാൻ പറ്റൂ. എനിക്ക് ആകെ ഉള്ളത് ആന്റിയാ. ആന്റി എന്നോട് പറഞ്ഞില്ലെങ്കിലേ ദേ ഞാൻ ഇവിടെ കെട്ടിത്തൂങ്ങി മരിക്കും.
ആന്റി എടുത്ത തീരുമാനം ശരിയായിരുന്നു. കള്ളം പറഞ്ഞ് കുടുംബത്തെ ചതിച്ച് ശ്രുതി ചേച്ചി പിടിച്ച് പുറത്താക്കിയില്ലേ, കലക്കി. നിങ്ങൾക്ക് ആശ്വാസമായി കാണുമല്ലോ, ഒരു ബാധ ഒഴിഞ്ഞല്ലോ. എങ്ങനെ വിശ്വസിച്ച് ജീവിക്കും അവരുടെ കൂടെ? പക്ഷെ നീ ഒന്ന് മിണ്ടാതിരിക്കാവോ? സുധീട്ടൻ ആശ്വാസത്തോടെയാണോ നിൽക്കുന്നേ? അല്ല, നല്ല വിഷമത്തോടെ നിൽക്കുന്നേ.